നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ UK-ലെ നമ്മുടെ ഷെയർ ഹോമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് റെസ്പോൺസ് നന്നായിട്ട് സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മുടെ പുതിയ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ സീസണിൽ UK-ൽ കിഴങ്ങ്, അതായത് നമ്മുടെ നാട്ടിലെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, പൊട്ടറ്റോ, നല്ല വിലക്കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഉരുളക്കിഴങ്ങ് കളക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ഒഴിവ് ദിവസമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന 2 വിഭവങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഒന്ന് കട്ട്ലേറ്റ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ മസാല ദോശയ്ക്കുള്ള ആ ഒരു കൂട്ടുണ്ടാകുമല്ലോ, അപ്പോൾ അത് ഹിന്ദി, അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുകൂടിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ഒരിക്കലും തൊലി കളയാതെ ആട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ തൊലി കളയാതെ നന്നായിട്ട് നമ്മുടെ സ്ക്രബ്ബർ വെച്ച് കഴുകിയെടുക്കും. തൊലി കളയാതെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന് നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കളഞ്ഞിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് നുറുക്കി നമ്മുടെ കുക്കറിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്തെ ഉരുളക്കിഴങ്ങിൻ്റെ വേവ് അനുസരിച്ചിട്ട് എത്ര വിസിൽ വേണമെന്ന് തീരുമാനിക്കുക. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കോൾഡ് ഉണ്ട്, അതുകൊണ്ട് സൗണ്ടിൽ കുറച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് നമ്മുടെ നന്നായിട്ട് കുഴഞ്ഞ് ആവണം. പക്ഷേ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളം കയറി ഭയങ്കര ലൂസായി പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഓരോ സ്ഥലത്തെ ഇതനുസരിച്ച് വിസിലടിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ സവോള നമ്മുടെ ചോപ്പറിലിട്ട് കൊടുക്കുകയാണ്. വെള്ള സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, ഇതെല്ലാം കൂടെ ചോപ്പറിലേക്ക് ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് നുറുങ്ങി കിട്ടും. ഇനി നമ്മൾ പാനിൽ എണ്ണ ചൂടാക്കി ആ ചോപ്പറിൽ അരിഞ്ഞിട്ടുള്ള സവാള, മുളക്, മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, കറിവേപ്പിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒരുവിധം വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് വഴണ്ട് വരും കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലേക്ക് മുളക് പൊടി, അതുപോലെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ കളറ്, ആ ലൈറ്റിൻ്റെ അതുകൊണ്ടാണ് കളറ് മനസ്സിലാകാത്തത്. മുളക് പൊടിയും ഗരം മസാലയാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച അരപ്പൊക്കെ അതിലേക്ക് ആകുന്നത് പോലെ. ഇത് നമുക്ക് ഇങ്ങനെ ഇല്ലാതെ തന്നെ നേരിട്ട് സവോളയും ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് ഗരം മസാല ഒന്നും ചേർക്കാതെയും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഗരം മസാലയൊക്കെ ചേർത്തുണ്ടാക്കി കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട പൊട്ടിച്ച് നമ്മളൊരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ മൈദമാവ് യൂസ് ചെയ്യാം കേട്ടോ മുട്ടയ്ക്ക് പകരം. മുട്ട താല്പര്യമില്ലാത്തവർക്ക് മൈദമാവ് യൂസ് ചെയ്യാം. ഞാനൊരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് കുട്ടിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെറുതെ കൈ കൊണ്ട് പിടിച്ചാലും മതി, റൗണ്ട് ഷേപ്പ് കിട്ടിക്കോളണമെന്നൊന്നുമില്ല. അങ്ങനെ ഷേപ്പ് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ കണ്ടോ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിശ്രിതത്തിലേക്ക് നന്നായിട്ട് മുക്കിയെടുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ അവിടേക്കാണെങ്കിൽ റസ്ക് പൊടിച്ചെടുത്താലും മതിയാവും. ബ്രെഡ് ഫ്രൈ ചെയ്തിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് റസ്കിൻ്റെ പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അതിൽ നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് കളക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ മസാല പൊട്ടറ്റോ മിശ്രിതം ഇതുപോലെ ഈ ഷേപ്പിലാക്കി ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കിനി ചെയ്യാവുന്നത് ഒരു പാനിലേക്ക്, പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് നമ്മുടെ എണ്ണ തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മുടെ കട്ട്ലേറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കട്ട്ലേറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തീ നല്ല ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കണം, വേഗം ആവും. ലോ ഫ്ലെയിമിലാണെങ്കിൽ കുറച്ചും കൂടി സമയം കിട്ടും, ഇല്ലെങ്കിൽ വേഗം മറച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിലാണെങ്കിൽ കുറച്ചും കൂടി സാവകാശം എടുത്ത് വെന്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ കിടന്ന് നമ്മുടെ കട്ട്ലേറ്റ് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടിഷ്യൂ പേപ്പർ കാസറോളിൽ വെച്ചതിന് ശേഷം കട്ട്ലേറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കട്ട്ലേറ്റ് കഴിച്ച് നോക്കാം കേട്ടോ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, തനിയെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ അടുത്ത വിഭവം ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടുത്ത വിഭവം നമുക്ക് നോക്കാം. അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനല്ല ചെയ്യുന്നത്, അവർ ചെയ്യുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്കത് അവർ പെട്ടെന്ന് അങ്ങനെ അവരുടെ ഒരു വിഭവം ഉണ്ടാക്കുമ്പോൾ നമുക്കത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ എടുത്തതാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറി ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇതിപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അവർ തയ്യാറാക്കുന്ന മസാല ദോശയുടെ മസാലയാണ് കേട്ടോ. ഈ വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ പൊട്ടറ്റോ നമ്മൾ മുറിച്ചിട്ടൊന്നുമില്ല, മുഴുവനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ അടുപ്പിച്ചിരിക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. തൊലി കളയണം നിർബന്ധമൊന്നുമില്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടം. തൊലി കളയുന്നില്ലെങ്കിൽ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം മാത്രം പുഴുങ്ങിയെടുക്കുക. അപ്പോൾ നമ്മൾ സവാള, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ എന്താ പറയുക തൊലിയൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ നമുക്ക് മുളക് പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാട്ടോ പുഴുങ്ങുക. പിന്നെ ഇപ്പോൾ പോരാത്ത ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാവുന്നതാണ്. നമ്മുടെ വെളുത്തുള്ളിയും മുളകും ഒക്കെ ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സവോളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ്. ഇനി ഈ സവോള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി അതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പ് ഇങ്ങനെ പല സ്ഥലത്ത് ചേർക്കുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക അതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മയുണ്ടാവണം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായി വഴറ്റിയതിന് ശേഷം ഇത് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ആ ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി വെക്കണം കേട്ടോ. എന്നതിന് ശേഷം ആ കുഴച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മിശ്രിതം നമ്മൾ ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് മസാല തയ്യാറാക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയതും. ഇത് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിശ്രിതം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള റെഡിമെയ്ഡ് ദോശ ബാറ്റർ ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ മസാല ദോശ ഉണ്ടാക്കാനുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ദോശയുടെ ഉള്ളിൽ റോൾ ചെയ്യുന്നില്ല കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദോശ നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ റോൾ ചെയ്തിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മസാല ദോശയ്ക്ക് ഉള്ള എന്താ പറയുക മസാല സെപ്പറേറ്റ് തയ്യാറാക്കിയിട്ട് ദോശയും മസാലയും കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും സൂപ്പറായിരുന്നു കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് തയ്യാറാക്കിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ മസാല തയ്യാറാക്കിയിട്ട് നമുക്ക് കട്ട്ലേറ്റും ഉണ്ടാക്കാം, ദോശയ്ക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള 2 വിഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.